ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുരേഷ് ഷാമി. ഡോളർ ഹബ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിയിൽ പുതിയതായിട്ട് വരുന്നവരുടെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. നമ്മൾ ഗൂഗിളിൽ പോകണം, ഡയറക്റ്റ് www.dollarhub.us എന്ന സൈറ്റിൽ പോകണം. വെബ്സൈറ്റിൽ റൈറ്റ് സൈഡിൽ 3 വര കാണുന്നുണ്ട്. ആ വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫോം വരിക. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആരാണോ നിങ്ങൾ ഈ ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ID ഇവിടെ അടിക്കണം. $682. ഞാൻ എൻ്റെ തന്നെ ID അടിക്കണം. ഞാനിത് ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ ID അടിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേര് ഓട്ടോമാറ്റിക് വരും. അത് കഴിഞ്ഞാൽ നമ്മളുടെ പേര് നമ്മൾ പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇമെയിൽ ID പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞാൽ കൺട്രി സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളുടെ BP20 അഡ്രസ്സ് അതെങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ നേരെ ട്രസ്റ്റ് വാലറ്റിൽ പോകാം. നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയായിരിക്കും. ആ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ USDT ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആ മേലെ 2 ബോൾ പോലെയുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനേബിൾ ആയിട്ട് കുറച്ച് കാണുന്നുണ്ട്. BTC, എത്തീരിയം, BNB, മാറ്റിക്, അങ്ങനെ കുറച്ച് കാണുന്നുണ്ട്. മേലെ സെർച്ചിൽ USDT സെലക്ട് ചെയ്യാം. USDT സെലക്ട് കഴിഞ്ഞാൽ BNB സ്മാർട്ട് ചെയിൻ മേലെ തന്നെ വന്നിട്ടുണ്ട്. USDT BNB സ്മാർട്ട് ചെയിൻ BP20 അഡ്രസ്സാണ്. ആ റൈറ്റ് സൈഡിൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നീല കളറാവും. അപ്പോൾ അത് ഓൺ ആയി നടത്തും. അത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഇപ്പോൾ USDT വന്നു. അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ്, റിസീവ്, സ്വാപ്പ്, ബൈ, സെൽ, അങ്ങനെ 5 ബട്ടൺ ഉണ്ട്. അതിൽ റിസീവിൽ ക്ലിക്ക് ചെയ്യാം. റിസീവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കോപ്പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. അതിൽ പേസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ID അടിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക. ഞാൻ 123 എന്ന് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം രജിസ്റ്റർ സക്സസ്ഫുള്ളി. ഇപ്പം നമ്മളുടെ ID പാസ്വേഡ് വന്നു 58756. ഇനി സൈൻ ഇനിൽ പോവുക. 58756 പോയി പാസ്വേഡ് അടിച്ചു, സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്തപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത ആ ID ഓപ്പൺ ആയി. ഇപ്പോൾ സ്റ്റാറ്റസ് ഇൻആക്റ്റീവ് എന്ന് കാണിക്കുന്നത്. അതിന് നമ്മൾ ആക്റ്റീവ് ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ ആരോ ബട്ടണിൽ പോകാം. ആരോ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഫണ്ട് ഡീറ്റെയിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫണ്ട് അതിൽ പോവാം. എന്നിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഏത് ട്രസ്റ്റ് വാലറ്റ് ആണോ ഈ IDയിൽ പ്ലേസ് ചെയ്തത് അതേ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് 100.29 ഫീസാണ് അതിൻ്റെ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ചാർജസ് ആണ്. ട്രസ്റ്റ് വാലറ്റ് എടുക്കുന്നതാണ്. BP20ക്ക് പോണ ചാർജസ് ആണ്. ആ 100.29 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ആക്ടിവേഷൻ വാലറ്റ് ഇവിടെ കാണുന്ന ആക്ടിവേഷൻ വാലറ്റിൽ നിങ്ങൾക്ക് $100 കാണും. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ആ ആരോയിൽ വീണ്ടും പോയിട്ട് ആക്ടിവേഷൻ ഡീറ്റെയിലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ആക്ടിവേഷനിൽ പോവുക. നിങ്ങളുടെ ID ഇപ്പോൾ ഏതാണോ അടിച്ച ID അവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പേര് അവിടെ വരും. പേര് വന്നിട്ട് ആക്റ്റീവ് നോ എന്ന് കാണിക്കും. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ആക്ടിവേഷൻ സ്റ്റാറ്റസ്, അതായത് സ്റ്റാറ്റസ് ഇൻആക്റ്റീവ് എന്ന് കാണിക്കുന്നത് ആക്റ്റീവായിട്ട് കാണിക്കും. ആക്റ്റീവായിട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആക്ടിവേഷൻ ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ ഗ്ലോബൽ ID 2299 2299 പേരാണ്. യുവർ പ്ലേസ് ID 0 ആണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2300 ID ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്ലേസ് IDക്ക് വേണ്ടി വേഗം ലോഗിൻ ചെയ്ത് സ്വയം നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാനും എല്ലാം കഴിയുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.